ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് ഓരോ ഇന്ത്യക്കാരനും പ്രതിജ്ഞ ചെയ്യുന്നത് കൊണ്ട് ഇന്ത്യക്കാരനാകുന്നില്ല. പാസ്പോർട്ട് ഇന്ത്യൻ പൗരത്വം തെളിയിക്കുന്ന ഒരു രേഖയല്ല എന്ന് പറഞ്ഞ മാത്രയിൽ തന്നെ എന്തിനാണ് ഇത്രയധികം ബഹളം വെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സിറ്റിസൺഷിപ്പ് വേഴ്സസ് പാസ്പോർട്ട് എന്ന എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ കണ്ടപ്പോൾ എന്നെ പിടിച്ച് സംഖ്യയാക്കിയത് എന്തിനെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ മുന്നേ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ ആണ് കറന്റ്ലി ഉള്ള ഒരു ചർച്ചകൾ. കമന്റുകൾ കണ്ടതുകൊണ്ട് മാത്രമാണ് കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ നൽകണമെന്ന് എനിക്ക് തോന്നിയത്. നിങ്ങളൊരു ഇന്ത്യൻ പൗരനാണെന്ന് നിങ്ങൾ എങ്ങനെയാണ് തെളിയിക്കുക? അതാണ് ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നത്. അത്തരത്തിലുള്ള കമന്റുകളും വന്നു കഴിഞ്ഞു. കഴിഞ്ഞ വീഡിയോയിൽ പാസ്പോർട്ട് എന്നത് നിങ്ങളുടെ പൗരത്വത്തിന്റെ തെളിവ് മാത്രമാണ്, അത് പൗരത്വം ഉണ്ടാക്കുന്ന രേഖയല്ല. അതിനെക്കുറിച്ച് കുറെ പേർ വിമർശിച്ചു കണ്ടു. മോദിയാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയത് എന്ന ഒരു തോന്നൽ കൊണ്ട് തന്നെ BJP സർക്കാരിനെ കുറിച്ചും അതുകൂടെ തന്നെ എന്നെ ഒരു സംഖ്യയാക്കിയും നിങ്ങൾ ചിത്രീകരിച്ചു. സിറ്റിസൺഷിപ്പ് ആക്ട് 1955 ഉണ്ടാക്കിയത്. മോദി പൊളിറ്റിക്സിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് ഡിക്കേഡ്സ് ബിഫോർ ആണ് ഇത്. 1955 ഇന്ത്യൻ പാർലമെന്റ് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റുവിന്റെ ഗവൺമെന്റ് ആണ് ഈ ഒരു നിയമം കൊണ്ടുവന്നത്. സോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഈ ചട്ടം ഉണ്ടാക്കിയത്. ഇതാദ്യമേ പറഞ്ഞത് ഈ നിയമം തെറ്റാണ്, അല്ലെങ്കിൽ പാസ്പോർട്ട് പിന്നെ എന്തിനാണ് എന്നൊക്കെ ചോദിക്കുന്നവർക്ക് BJPയുടെ പേരിൽ തന്നെ എന്നെ സംഖ്യയാക്കിയവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ആദ്യമേ പറഞ്ഞത്. ഇനി എൻ്റെ പേര് സഫാന. ഞാനൊരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചത്. അതുകൊണ്ട് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകണം എന്ന് എന്തായാലും ഞാൻ ആഗ്രഹിക്കില്ല. എന്നാൽ വിശ്വാസത്തിന്റെ ചട്ടക്കൂടിൽ ജീവിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ എനിക്ക് മതം ഒരു പ്രശ്നവുമല്ല. നമ്മുടെ രാജ്യം, അതോടൊപ്പം തന്നെ ലോകം മുഴുവനുള്ള മനുഷ്യർ എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരാം. പാസ്പോർട്ട് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് തെളിയിക്കാൻ വേണ്ട മതിയായ പ്രൂഫ് ആണെങ്കിൽ പാസ്പോർട്ട് ഇതുവരെ എടുക്കാത്ത, പാസ്പോർട്ട് ഇല്ലാത്തവരുടെ അവസ്ഥയോ? ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർ എത്ര ശതമാനം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഏകദേശം 10 തൊട്ട് 12% ജനങ്ങൾക്ക് മാത്രമേ ഇന്ത്യയിൽ പാസ്പോർട്ട് ഉള്ളൂ. ബാക്കി 88% പേർക്കും പാസ്പോർട്ട് ഇല്ലാത്തവരാണ്. അപ്പോൾ അവർ ഇന്ത്യക്കാരല്ലേ? സ്വാഭാവികമായും അവരും ഇന്ത്യക്കാർ തന്നെയാണ്. കാരണം പൗരത്വം എന്നത് ഒരു ഡോക്യുമെന്റിൽ നിന്ന് വരുന്നതല്ല, അതൊരു നിയമത്തിൽ നിന്ന് വരുന്നതാണ്. ആ നിയമമാണ് ഞാൻ ഇന്ന് വിശദമായി പറയാൻ പോകുന്നത്. സിറ്റിസൺഷിപ്പ് ആക്ട് 1955. സോ ഇത് മലു ന്യൂസ് ഓവർ MNO. വെറും വാർത്തകളല്ല, ഹൈപ്പല്ല, നിങ്ങൾ ദിവസവും അറിഞ്ഞിരിക്കേണ്ട, ചിന്തിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. UPSC PSC മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കൊക്കെ ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു ചാനലായിരിക്കും ഇത്. അതുപോലെ തന്നെ 24/7 വാർത്തകളിൽ എന്താണ് നിങ്ങൾ ശരിക്കും പ്രധാനപ്പെട്ടത് എന്ന് തിരഞ്ഞെടുക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചാനൽ കൂടിയായിരിക്കും MNO. സോ വാല്യുബിൾ ആയി തോന്നിയാൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ ഒരു പ്രധാന കാര്യം, ഈ സിറ്റിസൺഷിപ്പ് ആക്ട് ഒരു സിംഗിൾ ഗവൺമെന്റോ ഒരു പാർട്ടിയോ ഉണ്ടാക്കിയതല്ല. 1955 ഈ നിയമം ആദ്യമായി പാർലമെന്റ് പാസ്സാക്കിയത്. പിന്നീട് 1986, 1992, 2003, 2005, 2015, 2019 എന്നീ വർഷങ്ങളിൽ വ്യത്യസ്ത ഗവൺമെന്റുകൾ ഇതിൽ ഭേദഗതികൾ കൊണ്ടുവന്നു. ഓരോ ഭേദഗതികളും ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചാണ് വന്നത്. 1985 ആസാം അക്കോർഡ്, 2003 NRC വ്യവസ്ഥ, 2019 CAA. അതായത് ഇത് 70 വർഷത്തിലധികമായി പല ഗവൺമെന്റുകൾ ചേർന്ന് പടുത്തുയർത്തിയ ഒരു നിയമ ചട്ടക്കൂടാണ്. ഒരു സിംഗിൾ പാർട്ടിയുടെ സൃഷ്ടിയല്ല എന്നത് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും ഈ വിഷയം എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ഒരു വശം മാത്രമുള്ളതായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ഇനി ഭരണഘടനയുടെ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ പൗരത്വത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും സിറ്റിസൺ എന്താണെന്ന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നത് സിറ്റിസൺഷിപ്പ് ആക്ട് 1955 അതിൽ 5 വഴികളാണ് പൗരത്വം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ബൈ ബർത്ത്, അതായത് ജനനം കൊണ്ട്. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴിയാണ്. പക്ഷേ ഇതിലും കാലമനുസരിച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 1950 ജനുവരി 26 മുതൽ 1987 ജൂലൈ 1 വരെ ജനിച്ചവർ മാതാപിതാക്കളുടെ പൗരത്വം എന്തായാലും ഇന്ത്യയിൽ ജനിച്ചാൽ മാത്രം മതി പൗരനാകാൻ വേണ്ടിയിട്ട്. ഇതിനെ റൈറ്റ് ഓഫ് സോയിൽ എന്നാണ് പറയപ്പെടുന്നത്. 1987 ജൂലൈ 1 മുതൽ 2004 ഡിസംബർ 3 വരെ ജനിച്ചവർ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരനായിരിക്കണം. 2004 ഡിസംബർ 3 ശേഷം ജനിച്ചവർ 2 മാതാപിതാക്കളും ഇന്ത്യൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരാൾ ഇന്ത്യക്കാരനും മറ്റേയാൾ
ലീഗലായിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലീഗൽ മൈഗ്രന്റ് അല്ലാത്ത ആളുമായിരിക്കണം. ഉദാഹരണം, നിങ്ങളുടെ അപ്പൂപ്പൻ 1970 ജനിച്ചതാണെങ്കിൽ മാതാപിതാക്കൾ ആരെ ആയാലും ശരി, അദ്ദേഹം ജന്മന ഒരു ഇന്ത്യൻ പൗരനാണ്. പക്ഷെ 2010 ജനിച്ച ഒരു കുട്ടിക്ക് മാതാപിതാക്കളുടെ പൗരത്വം കൂടി നോക്കേണ്ടി വരും. ഇനി രണ്ടാമത്തത് ബൈ ഡിസെന്റ്, വംശ പരമ്പര കൊണ്ട്. ഇന്ത്യക്ക് പുറത്ത് ജനിച്ചവർക്കുള്ള വ്യവസ്ഥയാണ് ഈ പറഞ്ഞത്. അതായത് പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ജനിച്ച മലയാളി കുട്ടികൾക്ക് ഇത് വളരെ പ്രസക്തമാണ്. 1950 1992 ഇടയിൽ വിദേശത്ത് ജനിച്ചവർ അച്ഛൻ ഇന്ത്യൻ പൗരനായിരുന്നാൽ മതി. 1992 ശേഷം ജനിച്ചവർ അമ്മയോ അച്ഛനോ ഒരാൾ മാത്രം ഇന്ത്യൻ പൗരനായാൽ മതി. ലിംഗസമത്വം കൊണ്ടുവന്ന ഒരു ഭേദഗതിയാണ് ഈ പറഞ്ഞത്. 2004 ശേഷം ജനിച്ചവർ ജനനം 1 വർഷത്തിനകം ഇന്ത്യൻ കോൺസുലേറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഉദാഹരണത്തിന്, ദുബായിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി ദമ്പതികൾക്ക് അവിടെ വെച്ചിട്ട് കുട്ടി ജനിച്ചാൽ ആ കുട്ടി ഇന്ത്യൻ പൗരനാകണമെങ്കിൽ 1 വർഷത്തിനുള്ളിൽ തന്നെ ഇന്ത്യൻ കോൺസുലേറ്റിൽ ഈ ജനനം രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇത് ചെയ്യാതെ പോയാൽ പ്രശ്നമായിരിക്കും. ഇനി മൂന്നാമത്തെ പോയിന്റ്, ബൈ രജിസ്ട്രേഷൻ കൊണ്ട് ഇന്ത്യൻ പൗരത്വം കിട്ടുന്നത്. ഇന്ത്യൻ ഒറിജിനുള്ള ആളുകൾക്ക് 7 വർഷമെങ്കിലും ഇന്ത്യയിൽ സ്ഥിരമായിട്ട് താമസിച്ചവർക്ക്, OCI കാർഡ് ഹോൾഡേഴ്സിന്, PIOകൾക്ക്, ഇവർക്കെല്ലാം തന്നെ ആപ്ലിക്കേഷൻ വഴി പൗരത്വം എടുക്കാൻ സാധിക്കും. ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഇന്ത്യൻ ഒറിജിനുള്ള ഒരാൾ വിദേശ പൗരത്വം എടുത്തിട്ട് പിന്നീട് ഇന്ത്യയിൽ തന്നെ സ്ഥിരതാമസമാക്കി 7 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ വഴി വീണ്ടും ഇന്ത്യൻ പൗരത്വത്തിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, ബൈ നാച്ചുറലൈസേഷൻ കൊണ്ട് ഇന്ത്യൻ പൗരത്വം കിട്ടുക. ഇന്ത്യൻ ഒറിജിൻ ഇല്ലാത്ത ഒരു വിദേശിക്ക് പോലും ചില നിബന്ധനകൾ പാലിച്ചാൽ ഇന്ത്യയിൽ പൗരത്വം ലഭിക്കും. ഇപ്പോൾ 14 വർഷത്തില് 11 വർഷമെങ്കിലും ഇന്ത്യയിൽ സ്ഥിരമായിട്ട് താമസിച്ചിരിക്കണം. CAA 2019 പ്രകാരം ചില വിഭാഗങ്ങൾക്ക് ഇത് 5 വർഷമായിട്ട് കുറച്ചിട്ടുണ്ട്. മുൻ പൗരത്വം റിനൗൺസ് ചെയ്തിരിക്കണം. നല്ല സ്വഭാവം ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ ഭരണഘടനയുടെ 8ാം സ്കെഡ്യൂളിലെ ഒരു ഭാഷ, അത് ഏതെങ്കിലും ഒരു ഭാഷ അറിഞ്ഞിരിക്കണം. ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഒരു വിദേശ പൗരൻ ഇന്ത്യൻ പൗരനെ വിവാഹം കഴിച്ചു. വർഷങ്ങളോളം ഇന്ത്യയിൽ തന്നെ താമസിച്ച് ഈ പറയുന്ന നിബന്ധനകളൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ നാച്ചുറലൈസേഷൻ വഴിയിട്ട് ഈ പറയുന്ന ആൾക്ക് ഇന്ത്യൻ പൗരത്വം എടുക്കാൻ സാധിക്കും. ഇന്ന് ഇന്ത്യൻ പൗരന്മാരൊക്കെ വിദേശത്ത് പോയി അവിടുത്തെ പൗരത്വം സ്വീകരിക്കുന്നത് നമ്മൾ കൂടുതൽ കേൾക്കാറുണ്ട്. ഇത്തരം മാനദണ്ഡങ്ങളാണ് അവിടെയും ഈ പറയുന്ന പൗരത്വത്തിന് വേണ്ടിയിട്ട് ഉണ്ടാകുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി, അതായത് ഭൂപ്രദേശ ലയനം കൊണ്ട്. ഒരു പുതിയ ഭൂപ്രദേശം ഇന്ത്യയുടെ ഭാഗമാകുമ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾ എവിടെ പോകും? അപ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഗവൺമെന്റ് ഉത്തരവിലൂടെ പൗരത്വം നൽകുന്നതാണ് ഇത്. ഇത് വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, 1961 ഗോവ, 1962 പോണ്ടിച്ചേരി, 1975 സിക്കിം ഇന്ത്യയോട് ചേർന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഈ വ്യവസ്ഥ പ്രകാരമാണ് ഇന്ത്യൻ പൗരന്മാരായിട്ട് മാറിയത്. അപ്പോൾ വീണ്ടും ചോദിക്കുന്നത്, പാസ്പോർട്ടിന്റെ റോൾ എന്താണ് എന്ന്. ഈ 5 വഴികളിൽ ഏതെങ്കിലും ഒന്നിലൂടെ നിങ്ങൾ ഇന്ത്യൻ പൗരനായി എന്ന് നിയമപരമായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടൂ. അതായത് പാസ്പോർട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു, അല്ലെങ്കിൽ പാസ്പോർട്ട് എന്ന് പറയുന്നത് പൗരത്വത്തിന്റെ ഒരു രേഖ, ഒരു സാക്ഷ്യപത്രം, അല്ലെങ്കിൽ പൗരത്വത്തിന്റെ ഒരു തെളിവ് മാത്രമാണ്. അതിന്റെ ഒരു ഉറവിടം, അത് ക്രിയേറ്റ് ചെയ്യുന്ന രീതി അല്ല. ഇനി ഒരു കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ത്യയിൽ 88% ജനങ്ങൾക്ക് പാസ്പോർട്ട് ഇല്ല. അപ്പോൾ അവർ എങ്ങനെയാണ് പൗരത്വം തെളിയിക്കുക? ബർത്ത് സർട്ടിഫിക്കറ്റ്, വോട്ടർ ID, ആധാർ, സ്കൂൾ റെക്കോർഡ്സ്, ഇവയെല്ലാം ഒരു സപ്പോർട്ടീവ് ഡോക്യുമെന്റ് മാത്രമാണ്. പക്ഷെ ഇവയൊന്നും തന്നെ 100% നിയമപരമായിട്ടുള്ള ഒരു സിറ്റിസൺഷിപ്പ് പ്രൂഫ് എന്ന് പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് NRC, SIR പോലെയുള്ള പ്രക്രിയകളൊക്കെ വരുമ്പോൾ ഇത്രയധികം ആശയക്കുഴപ്പവും പിന്നെ അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു പെർഫെക്റ്റ് ഒറ്റ രേഖ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത്രയും സിമ്പിൾ ആയ ഒരു ഒറ്റ രേഖ, ഒരു ഡോക്യുമെന്റ് സിസ്റ്റം മതിയോ ഇത്രയും കോടിക്കണക്കിന് ആളുകളുടെ പൗരത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട്? അതോ ഇത് കൂടുതൽ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമായിട്ട് കണക്കാക്കണോ? ഇതേക്കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പൗരത്വം എന്നത് ഒരൊറ്റ ഡോക്യുമെന്റിൽ ഒതുങ്ങുന്ന കാര്യമല്ല. ജനനം, വംശപരമ്പര, രജിസ്ട്രേഷൻ, നാച്ചുറലൈസേഷൻ, ഭൂപ്രദേശ ലയനം, ഈ 5 നിയമപരമായിട്ടുള്ള വഴികളിലൂടെയാണ് ഒരാൾ ഇന്ത്യൻ പൗരനായി മാറുന്നത്. അത് പാസ്പോർട്ട് എന്ന് പറയുന്നത് അതിന്റെ ഒരു തെളിവ് മാത്രമാണ്. നിങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടുന്നത് ഈ പറയുന്ന പ്രൂഫ് നിങ്ങൾക്ക് ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു ഇന്ത്യൻ ആണ് എന്ന് എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ എൻ്റെ പേരൻസിന്റെ 2 പേരുടെയും ബർത്ത് സർട്ടിഫിക്കറ്റും ഒക്കെ വെച്ചിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റും.
പക്ഷേ ഇതിൽ കുറെ ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കൾ മരണപ്പെട്ട അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള വ്യക്തികൾക്ക് അതൊരു തലവേദന തന്നെയാണ്. എന്നാൽ ഇന്ത്യയിൽ അനധികൃതമായിട്ട് ആരെങ്കിലുമൊക്കെ കടന്നുകൂടി അവരൊക്കെ ഇന്ത്യക്കാരാണ്, പാസ്പോർട്ടൊക്കെ എനിക്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞാൽ അവരെ കണ്ടെത്താൻ വഴികൾ വേണ്ടേ? അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ശരി കമന്റിൽ പറയുക. ഇത്രയും ലളിതമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് സിസ്റ്റം മതിയോ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. കൂടുതൽ കൃത്യമായിട്ടുള്ള സംവിധാനം വേണോ എന്നതിനെ കുറിച്ച്, ഈ രണ്ട് വശങ്ങളെ കുറിച്ചും ചിന്തിച്ചിട്ട് നിങ്ങൾ കമന്റ് പറയുക. അതോടൊപ്പം MNO മലു ന്യൂസ് ഓവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരുന്ന വീഡിയോകളിൽ നമുക്ക് NRC SIR ഈ പറയുന്ന പൗരത്വ നിയമവുമായിട്ട് രേഖകളുമൊക്കെ ആയിട്ട് ബന്ധിപ്പിച്ച് എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ ഈ പറയുന്ന വീഡിയോ കംപ്ലീറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റിൽ പറയുക.